നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. അതിനകത്ത് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അതിനകത്ത് വരുന്ന മലയാള ഗദ്യവികാസ ചരിത്രത്തിന്റെ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്സ് ആണ്. അപ്പം ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരാം. അതിനകത്ത് വരാവുന്ന ഒരു ഏരിയയാണ് ഈ മലയാള ഗദ്യവികാസ ചരിത്രം. അതിന്റെ ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമാണ് നമ്മളിപ്പം പറഞ്ഞു പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാം. ആ മലയാള ഗദ്യവികാസത്തിന്റെ ചരിത്രത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വരുന്നതാണ് ശിലാശാസനങ്ങൾ, അതായത് ശിലകളിൽ നമ്മൾ കല്ലുകളിൽ കൊത്തി വെച്ചിരിക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ശിലാശാസനങ്ങൾ, അതുപോലെ തന്നെ ചേപ്പേട്, അതുപോലെ തന്നെ ഓലക്കരണം തുടങ്ങിയ രേഖകളൊക്കെ, അതൊക്കെയാണ് ആദ്യം കണ്ടെടുത്ത മലയാളത്തിലെ ഗദ്യ രൂപങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാം കാലഘട്ടത്തിലേക്ക് വരുവാണെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ചില കൃതികൾ, അതായത് അതൊക്കെയാണ് എന്ന് വരുന്നത്. അതാണ് രണ്ടാം കാലഘട്ടത്തിലെ കൃതികൾ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വരുന്ന ഒരു കൃതിയാണ് ഭാഷാ കൗടില്യം, അതായത് ചാണക്യന്റെ അല്ലെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ മലയാള വിവർത്തനമാണ് ഭാഷാ കൗടില്യം. പിന്നെ മൂന്നാം കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വരുന്നതാണ് മിഷണറി ഗദ്യ ചരിത്രം. അപ്പൊ ഇങ്ങനെ മൂന്ന് കാലഘട്ടമായിട്ടാണ് മലയാളത്തിലെ ഗദ്യത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സമയത്തെ കൃതികൾ ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ. അപ്പൊ ആദ്യ കൃതികൾ നോക്കുവാണെങ്കിൽ അതാണ് ഗദ്യവികാസ ചരിത്രത്തിൽ ആദ്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങൾ, ശിലാശാസനങ്ങൾ, ചെമ്പ് പട്ടയം, താമ്രശാസനം, ചേപ്പേട്, ഓലക്കർണം തുടങ്ങിയ രേഖകളാണ് മലയാള ഗദ്യത്തിന്റെ ഏറ്റവും പ്രാചീനമായ രൂപവും ഭാവവും പഠിക്കാനുള്ള ആദ്യത്തെ ഉപാദാനങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരും ഭരണ സംബന്ധമായ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രേഖകളായിരുന്നു ശിലാശാസനങ്ങള്, അതുപോലെ തന്നെ ചേപ്പേട്, ഓലക്കർണം എന്നിവ. ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ വ്യവഹാര ഭാഷയായ മലയാളത്തിന് ചെന്തമിഴ്, സംസ്കൃതം എന്നിവയോടുള്ള ബന്ധം ഇതിൽ പ്രകടമായി കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം കണ്ടുകിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ ശാസനമാണ് രാജശേഖരന്റെ വാഴപ്പള്ളി ശാസനം. എഴുതിയത് വട്ടെഴുത്തിലാണ്. ഇതിലൊരു മിശ്രഭാഷയാണ്. ഇത് പരിശോധിച്ചാൽ മലനാട്ട് തമിഴ് മലയാളമായി മാറാനുള്ള ഒരു വെമ്പൽ പ്രകടിപ്പിക്കുന്നത് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അന്ന് മലനാട്ട് തമിഴിലായിരുന്നു അന്നത്തെ ഭാഷകൾ. അപ്പൊ അതിനെ പിന്നീട് എന്താണ് വ്യവഹാര ഭാഷ, അന്നത്തെ സംസാര ഭാഷ അതിലേക്ക് കടക്കുന്നതിന് മുമ്പാണ്, പക്ഷെ മലയാളമായിട്ട് മാറാനുള്ള ഒരു വെമ്പൽ അതിനകത്ത് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊന്നാണ് സ്ഥാണു രവിവർമ്മയുടെ തരിസാപ്പള്ളി ശാസനം. അതായത് തരിസാപ്പള്ളി ശാസനം എന്ന് പറഞ്ഞാൽ വേണാട് രാജാവായിരുന്ന അയ്യൻ അടികൾ കൊല്ലത്ത് തരിസാപ്പള്ളി പണിയാനായിട്ട് ഭൂമിയും മറ്റും കൈമാറുന്നതിന് തയ്യാറാക്കിയ പ്രമാണമാണ് ഇത്. ഇപ്പോൾ ഇത് കോട്ടയം വലിയ പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് കോട്ടയം ചേപ്പേട് എന്നും അറിയപ്പെടുന്നത്. അതായത് തരിസാപ്പള്ളി ശാസനം തന്നെയാണ് കോട്ടയം ചേപ്പേട് എന്നും അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഷ വട്ടെഴുത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ മുഖ്യ ഭാഷ ചെന്തമിഴാണ്. അപ്പൊ ചെന്തമിഴ് ഭാഷയിലായിരുന്നു ഈ ആദ്യത്തെ നമുക്ക് കണ്ടെടുക്കപ്പെട്ട ശിലാശാസനങ്ങളൊക്കെ എഴുതിയിരുന്നത് ചെന്തമിഴ് ഭാഷയിലായിരുന്നു. പിന്നെ സംസ്കൃത വാക്കുകളുടെ തത്സമ രൂപങ്ങളും തൽഭവ രൂപങ്ങളും ഇതിൽ കാണാനായിട്ട് സാധിക്കും. സംസ്കൃത വാക്കുകൾ അതുപോലെ എടുത്തിരിക്കുന്നതും അതിനെ ദ്രാവിഡീകരിച്ച്, അതായത് തൽഭവമാക്കി എടുത്തിരിക്കുന്നതും അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10-ാം നൂറ്റാണ്ടിൽ കോതരവിവർമ്മയുടെ രണ്ട് ഉത്തര കേരള ശാസനങ്ങൾ ഉണ്ടായി. ഒന്ന് ചോക്കൂർ ശാസനവും മറ്റൊന്ന് തൃപ്പങ്ങോട് ശാസനവുമാണ്. ഇതിനകത്ത് വ്യവഹാര ഭാഷ അല്ലെ സംസാരിക്കുന്ന ഭാഷ രാജഭാഷ എന്ന് ചെന്തമിഴായിരുന്നു അന്നത്തെ ഭാഷ. ചെന്തമിഴ് ഭാഷയുടെ വ്യാകരണത്തിൽ പോലും വ്യവഹാര ഭാഷ അല്ലെ അന്നത്തെ സംസാരിക്കുന്ന ഭാഷ ഇടപെടുന്ന കാഴ്ച ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ 11-ാം നൂറ്റാണ്ടിൽ ഭാസ്കര രവിവർമ്മയുടെ പെരുന്നയിൽ ശാസനം, രവിവർമ്മയുടെ തൃക്കൊടിത്താനം ശാസനം മുതലായവ രൂപപ്പെട്ടു. അത് വ്യവഹാര ഭാഷയിലെ പുരുഷവചന പ്രത്യയങ്ങൾ ഇല്ലാത്ത ക്രിയാരൂപങ്ങൾ രാജ്യഭാഷയിലേക്ക് സംക്രമിക്കുന്ന കാണാൻ പറ്റുന്നു. അതായത് പുരുഷവചന പ്രത്യയങ്ങൾ ഇല്ലാത്ത ക്രിയാരൂപങ്ങൾ. അതിനു മുമ്പ് പുരുഷവചന പ്രത്യയങ്ങൾ ഉള്ള ക്രിയാരൂപങ്ങൾ, ഇപ്പൊ വന്താൻ, വന്താൾ, വന്താർ അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് അതിനകത്ത് ക്രിയയോടൊപ്പം പുരുഷവചന പ്രത്യയങ്ങളോട് ചേർക്കുന്നു. അതേസമയം വന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ്, അവിടെ പുരുഷവചന പ്രത്യയങ്ങൾ അവിടെ ചേർക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രിയാരൂപങ്ങൾ രാജ്യഭാഷയിലേക്ക് സംക്രമിക്കുന്ന ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ പറയുന്ന ഭാസ്കര രവിവർമ്മയുടെ പെരുന്നേൽ ശാസനം, രവിവർമ്മയുടെ തൃക്കൊടിത്താന ശാസനം എന്നിവയിൽ കാണാനായിട്ട് സാധിക്കുന്നു.
അതുപോലെ തന്നെ 12-ാം നൂറ്റാണ്ടിൽ ഉദയമാർത്താണ്ഡവർമ്മയുടെയും വീരരാമവർമ്മയുടെയും ശാസനങ്ങളാണ് അതിനകത്ത് പ്രബലമായവ. അത് യഥാക്രമം കൊല്ലൂർ മഠം ശാസനം, അതുപോലെ തന്നെ വെള്ളായണി ശാസനം എന്നിവയാണ്. ഉദയമാർത്താണ്ഡവർമ്മയുടെ കൊല്ലൂർ മഠം ശാസനം, അതുപോലെ തന്നെ വീരരാമവർമ്മയുടെ വെള്ളായണി ശാസനം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന്റെ സ്വാധീനം ഇതിൽ കൂടുതലാണ്. അതുപോലെ തന്നെ വ്യവഹാര ഭാഷ ബലിഷ്ഠമായ രീതിയിൽ ഇടപെട്ട് രാജ്യഭാഷയിലെ ചെന്തമിഴിനെ കടന്നാക്രമിക്കുന്ന ഒന്ന് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ 13-ാം നൂറ്റാണ്ടിൽ വീരകേരളവർമ്മയുടെ തിരുവല്ല ശാസനം രൂപപ്പെട്ടു. അത് പൂർണ്ണമായും വ്യവഹാര ഭാഷ ഇടപെട്ട് രാജ്യഭാഷയെ തകർക്കുന്നത് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തനി മലയാളത്തിന്റെ പ്രാക്തന രൂപങ്ങൾ എവിടെ കാണാൻ സാധിക്കുന്നു? ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വ്യവഹാര ഭാഷയുടെയും രാജ്യഭാഷയുടെയും മധ്യവർത്തിയായ ഒരു ഭാഷാ രീതിയാണ് ഇവിടെ വികസിക്കുന്നത്. അടുത്തനെയും മലയാള ഗദ്യ വികാസ ചരിത്രം 2-ാം ഖണ്ഡത്തിലേക്ക്, അപ്പൊ 1-ാം കാലഘട്ടം കഴിഞ്ഞ് ഇനി 2-ാം ഖണ്ഡത്തിലേക്ക് തിരിയുവാണെങ്കിൽ എന്നാണ്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് നിർവഹിച്ച ചില ഗദ്യ തർജ്ജമകളും കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ ദൃശ്യകലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ആട്ടപ്രകാരങ്ങളും ക്രമദീപികകളും ഇതിൽ ഉൾപ്പെടുന്നു. അതിനകത്ത് അതുപോലെ നമ്പ്യാൻ തമിഴിൽ രചിച്ചിട്ടുള്ള ചില ഗദ്യകൃതികളാണ് ഇവയിൽ 3-ാമത്തെ വിഭാഗമായി വരുന്നത്. ഇതിനകത്ത് ഒരു പ്രധാന കൃതിയാണ് ഭാഷാ കൗടലീയം എന്ന് പറയുന്നത്. അതായത് ചാണക്യന്റെ അല്ലെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ മലയാള തർജ്ജമയാണ് ഭാഷാ കൗടില്യം എന്ന് പറയുന്നത്. മലയാള ഗദ്യവികാസ ചരിത്രത്തിന്റെ 2-ാം ഖണ്ഡത്തിൽ 1-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതിയാണ് ഭാഷാ കൗടലീയം. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ സംസ്കൃതത്തിൽ എഴുതിയ കൗടലീയം അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് ഈ കൃതി. ഏകദേശം 1125-നും 1175-നും ഇടയ്ക്കാണ് അത് രചിച്ചതെന്ന് അനുമാനിക്കാം. അതിന് ഭാഷാ സംക്രമണ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ പറയുന്ന വ്യവഹാര ഭാഷ കൂടുതലായിട്ട്, അല്ലെങ്കിൽ വ്യവഹാര ഭാഷ എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്ന ഭാഷയാണ്. ഈ സംസാരിക്കുന്ന ഭാഷ കൂടുതലായിട്ട് കടന്നു ചെന്ന് എന്താണ് ചെന്തമിഴിന് ചെന്തമിഴ് ഭാഷയിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് ആ വ്യവഹാര ഭാഷ കൂടുതലായിട്ട് അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഒരു മിശ്രണം അവിടെ വരുന്നു. അതാണ് അവിടെ കാണുന്നത്. അതായത് ഭാഷാ സംക്രമണ കാലത്തെ ഏറ്റവും പഴക്കമുള്ള ഗദ്യകൃതിയാണ് ഈ പറയുന്ന ഭാഷാ കൗടലീയം എന്ന് പറയുന്നത്. കേരളത്തിൽ മാനകീകരണത്തിന് വിധേയമായ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷന് വിധേയമായ ഗദ്യഭാഷയുടെ ആദ്യഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന കൃതിയാണ് ഭാഷാ കൗടലീയം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മറ്റൊരു കൃതിയാണ് ആട്ടപ്രകാരങ്ങൾ. അതായത് ഈ പറയുന്ന അഭിനയത്തിന്റെ കാര്യങ്ങളൊക്കെ, നാടകത്തിലൊക്കെ അഭിനയിക്കേണ്ടതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പ്രതിപാദിക്കുന്നത് കൃതികളാണ് ഈ ആട്ടപ്രകാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ക്രമദീപിക, നമ്പ്യാൻ തമിഴ്, ഇതെല്ലാം ഈ 2-ാം കാലഘട്ടത്തിലെ കൃതികളാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന 3-ാം കാലഘട്ടത്തിലെ കൃതികൾക്ക് വരുന്നതാണ് മലയാള ഗദ്യവികാസ ചരിത്രത്തിന്റെ 3-ാം ഖണ്ഡത്തിൽ പ്രധാനമായിട്ടും വരുന്നതാണ് മിഷണറി ഗദ്യം വരുന്നത്. മിഷണറി ഗദ്യത്തിന്റെ പ്രത്യേകത 1599-ലായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. സുന്നഹദോസിൽ അംഗീകാരം നേടിയ പ്രമേയങ്ങളാണ് കാനോനുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ മാർപ്പാപ്പയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ്. അപ്പൊ അതിൽ അംഗീകാരം നേടിയ പ്രമേയങ്ങളാണ് കാനോനുകൾ എന്നറിയപ്പെടുന്നത്. ഇതിലെ നിയമങ്ങൾ തുടക്കത്തിൽ എഴുതിയ പോർച്ചുഗീസിലാണ്, പിന്നീട് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഈ 267 കാനോനുകളാണ് മിഷണറിമാരുടെ വകയായ ആദ്യ ഗദ്യങ്ങൾ. അതുപോലെ തന്നെ മാത്യൂസ് പാതിരി ഹോർത്തൂസ് മലബാറിക്കസ് അഥവാ കേരള രാമൻ രചിച്ചു. ഇത് കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. അതിനകത്ത് 12 വാല്യങ്ങളുണ്ട്, 791 ചിത്രങ്ങളും ഉണ്ട്. കൊച്ചിയിലെ ഡച്ച് ഗവർണർ ഹെൻറിക് വാൻഡ്രിയുടെ ഈ ഗ്രന്ഥം പരിഷ്കരിച്ച് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഇട്ടി അച്യുതൻ കൂടി സഹകരിച്ച് 1678-ൽ 1-ാം വാല്യവും 1693-ൽ 2-ാം വാല്യവും പ്രകാശിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ക്ലെമന്റ് പാതിരി മലയാള നിഘണ്ടു രചിച്ചു. 1722-ൽ ക്ലെമന്റ് പാതിരി ക്രിസ്തുമത തത്വങ്ങൾ വിവരിക്കുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി രചിച്ചു. ഇത് മലയാളം ലിപിയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ കൃതിയാണ്. മലയാളം ലിപിയിൽ മുദ്രണം ചെയ്ത, അല്ലെങ്കിൽ മലയാളത്തിന്റെ സ്ക്രിപ്റ്റിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംക്ഷേപ വേദാർത്ഥമാണ്. എഴുതിയത് ക്ലെമന്റ് പാതിരിയാണ് 1722-ൽ. അത് ക്രിസ്തുമത തത്വങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ 1786-ൽ പാറേമാക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം രചിച്ചു. ഇത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമാണ്. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം വർത്തമാന പുസ്തകം എന്ന് പറയുന്ന കൃതിയാണ്. അത് 1786-ൽ പാറേമാക്കൽ തോമാ കത്തനാരാണ് രചിച്ചത്.
പിന്നെ മലബാർ പ്രദേശത്ത് വിദ്യാഭ്യാസ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ബാസൽ മിഷൻ എന്ന ജർമ്മൻ മിഷണറി സംഘമാണ് 1856 തലശ്ശേരിയിൽ അവരൊരു സ്കൂൾ ആരംഭിച്ചു. ബാസൽ മിഷൻ പാതിരിമാരിൽ ഉൾപ്പെടുന്നയാളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർ. 1821 CMS പ്രസ് പ്രവർത്തനം ആരംഭിച്ചു. ബാസൽ മിഷൻ അംഗമായ ഡോക്ടർ ഗുണ്ടർട്ടാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ ജനയിതാവ്. 1847 ജൂണിൽ മലയാളത്തിന്റെ ഒന്നാമത്തെ മാസികയായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു. ഇത്രയുമാണ് മലയാള ഗദ്യവികാസ ചരിത്രത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഓരോ കാര്യങ്ങളും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഏരിയാസ് ആണ് ഇത്. എങ്കിലും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാണ് കാലഘട്ടം, ഒന്നാം കാലഘട്ടത്തിലെ കൃതികൾ ഏതായിരുന്നു, രണ്ടാം കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കൃതികൾ വന്ന്, മൂന്നാം കാലഘട്ടം ഏത് രീതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതിനുവേണ്ടിയായിരുന്നു ഈ വീഡിയോ.